ഹലോ എവരിവൺ, നമ്മൾ 9th ക്ലാസ്സിലെ ബയോളജിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ 6th ചാപ്റ്ററായ ക്ലാസിഫിക്കേഷൻ ആണ് എടുത്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ആനിമൽസിന്റെ ക്ലാസിഫിക്കേഷനും പ്ലാന്റ്സിന്റെ ക്ലാസിഫിക്കേഷനും ഒക്കെ പറഞ്ഞു അല്ലേ. ഇനി അതുപോലെ തന്നെ നമുക്കറിയാം എല്ലാ ജീവജാലങ്ങൾക്കും എന്തോ ഉണ്ട്, സയന്റിഫിക് നെയിംസ് അല്ലെങ്കിൽ ശാസ്ത്രനാമങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഓരോ ജീവികളെ അതിനെ പുതിയതായിട്ട് കണ്ടെത്തുന്നതിനനുസരിച്ച് അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, സയന്റിഫിക് നെയിംസ് അല്ലെങ്കിൽ ശാസ്ത്രനാമങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ സയന്റിഫിക് നെയിം ആണെങ്കിൽ ഹോമോസാപ്പിയൻസ് എന്നാണ്, ഡോഗിന്റെ ആണെങ്കിൽ കാനിസ് ഫെമിലിയാരിസ് ഇല്ലേ. അപ്പൊ അങ്ങനെ കുറെ സയന്റിഫിക് നെയിംസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി പുതിയ പുതിയ ജീവികളെ കണ്ടെത്തുമ്പോൾ അവയ്ക്ക് എന്ത് കൊടുക്കും, സയന്റിഫിക് നെയിംസ് കൊടുക്കും. ഈ സയന്റിഫിക് നെയിംസ് എന്ന് പറയുന്നത് ചിലത് കേൾക്കാൻ വളരെ രസമാണ്. അപ്പൊ അങ്ങനെയുള്ള 2-3 സയന്റിഫിക് നെയിംസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് സാൻഡ്ര കോട്ടസ് വിജയകുമാരി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നെല്ലിയാമ്പതിയിൽ കണ്ടെത്തിയ ഒരു പുതിയ ഇനം ബീറ്റിൽ അല്ലെങ്കിൽ വണ്ടാണ്. ഇതെന്ന് പറയുന്നത് സാൻഡ്ര കോട്ടസ് വിജയകുമാരി. പേര് തന്നെ കേൾക്കാൻ നല്ല രസമാണ് അല്ലെ. ഇനി അതുപോലെ തന്നെ ലിക്സിയ വാഗമോണിക്ക. ലിക്സിയ വാഗമോണിക്ക എന്ന് പറയുന്നത് വാഗമണിയിൽ കണ്ടെത്തിയ കുറ്റിപ്പാണൽ ഇനത്തിൽപ്പെട്ട സസ്യമാണ്. വാഗമണിയിൽ നിന്നാണ് കണ്ടെത്തിയത് ലിക്സിയ വാഗമോണിക്ക. അടുത്തതെന്ന് പറയുന്നത് ബ്രൂസത്തോവ ഇസ്രോ. ഇതെന്ന് പറയുന്നത് കൊല്ലം കടൽ തീരത്ത് മത്സ്യങ്ങളിൽ കണ്ടെത്തിയ ഒരു പാരസൈറ്റ് ആണ് അല്ലെങ്കിൽ ഒരു പരാഗജീവിയാണ്. ഇതെന്ന് പറയുന്നത് ബ്രൂസത്തോവ ഇസ്രോ. അപ്പൊ ഇതെല്ലാം സയന്റിഫിക് നെയിംസ് ആണ്. ഓരോരോ പുതിയ ഇനങ്ങളെ, അതായത് പുതിയ പുതിയ ജീവികളെ കണ്ടെത്തുമ്പോൾ കൊടുക്കുന്ന സയന്റിഫിക് നെയിംസ് അല്ലെങ്കിൽ ശാസ്ത്രനാമങ്ങളാണ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയുള്ള സയന്റിഫിക് നെയിംസ് ഒക്കെ കേൾക്കാൻ വളരെ രസമാണ് അല്ലേ. ഇനി അതുപോലെ തന്നെ ഡിസ്കവറി ഓഫ് ന്യൂ ഓർഗാനിസംസ്. പുതിയ ജീവികളെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ പുതിയ ജീവികളെ കണ്ടെത്തുമ്പോൾ അവയെ എന്ത് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം. അപ്പൊ ഇങ്ങനെ തരംതിരിക്കുക എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. ഈ ജീവികളുടെ സ്വഭാവ സവിശേഷതകളെല്ലാം നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കണം. എന്നിട്ട് ആ സ്വഭാവ സവിശേഷതകളോട് കൂടിയ മറ്റ് ജീവികൾ ഈ ഭൂമിയിൽ നിലനിൽപ്പുണ്ടോ എന്ന് നോക്കണം ഇല്ലേ. ഇനി അതുപോലെ തന്നെ DNA, അവരുടെ ജനറ്റിക് മെറ്റീരിയൽ ഒക്കെ, ജനിതക വസ്തു ഒക്കെ എടുത്ത് എന്ത് ചെയ്യുക, പരിശോധിക്കുമ്പോൾ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ഒരു ജീവികളെ പോലെയും അല്ല അവയുടെ ജനിതക വസ്തു എങ്കിൽ അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ എങ്കിൽ അപ്പൊ അതൊരു പുതിയ സ്പീഷീസ് അല്ലെങ്കിൽ ജീവി വർഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ ഓരോ ജീവിയെയും പുതിയതായിട്ട് കണ്ടെത്തുമ്പോൾ അവയുടെ സ്വഭാവ സവിശേഷതകളൊക്കെ അനുസരിച്ചിട്ട് അവരെയും എന്ത് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം അല്ലെങ്കിൽ തരംതിരിക്കണം. അപ്പൊ ഈ തരംതിരിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ സവിശേഷതകൾ നോക്കുമ്പോൾ അവർ നേരത്തെ ഇവിടെയുള്ള ഭൂമിയിലുള്ള ഏതെങ്കിലും ജീവികളുമായിട്ട് സാമ്യമുണ്ടെങ്കിൽ അത് ആ ഒരു സ്പീഷീസിൽ പെട്ടതാണെന്ന് പറയാം. ഇനി അതല്ല, അവരുടെ ജനിതക വസ്തു അല്ലെങ്കിൽ DNA ഒക്കെ നോക്കുമ്പോൾ, പരിശോധിക്കുമ്പോൾ അവയ്ക്ക് ഈ നിലവിലുള്ള ജീവികളുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ല അല്ലെങ്കിൽ സാമ്യതയും ഇല്ല എങ്കിൽ അവരെ ഒരു പുതിയ സ്പീഷീസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ ജീവിവർഗമായിട്ട് കണക്കാക്കുന്നു. ദെൻ വൈറസ് എന്ന് പറയുന്നത് നമുക്കറിയാം, വൈറസിന് ഒരു കിങ്ഡത്തിലും എന്ത് ചെയ്തിട്ടില്ല, ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ഇപ്പം നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ ഒക്കെ നടത്തിയപ്പോൾ സ്വന്തമായിട്ട് കോശങ്ങളോ അല്ലെങ്കിൽ സെൽ ഓർഗനൽസോ ഒക്കെ ഉള്ള ജീവികളെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഓരോ കിങ്ഡത്തിലും ഉൾപ്പെടുത്തിയത് ഇല്ലേ. ഈ വൈറസുകൾ എന്ന് പറയുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് സെല്ലില്ല, അല്ലെങ്കിൽ സെല്ലിനകത്തിലുള്ള സൈറ്റോപ്ലാസം, സെൽ ഓർഗനൽ അല്ലെങ്കിൽ കോശാംഗങ്ങൾ, ന്യൂക്ലിയസ്, ഇതൊന്നും ആരിൽ കാണപ്പെടുന്നില്ല, വൈറസുകൾക്കില്ല. ഇനി വൈറസുകൾ എന്ന് പറയുമ്പോൾ അവർക്കൊരു പ്രോട്ടീൻ കവറിംഗ് ആണ്, അല്ലെങ്കിൽ ആ പ്രോട്ടീൻ കൊണ്ടുള്ള ആവരണത്തെ വിളിക്കുന്ന, ബാഹ്യ ആവരണത്തെ വിളിക്കുന്ന പേര് ക്യാപ്സിഡ് എന്നാണ്. ദെൻ അതിനുള്ളിൽ ഒന്നുകിൽ ഒരു DNA അല്ലെങ്കിൽ RNA. അപ്പൊ ഇതാണ് ആരുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, വൈറസിന്റെ സ്ട്രക്ചർ. അപ്പൊ സ്വന്തമായിട്ട് സെല്ലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവരെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കിങ്ഡത്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം ബാക്കിയുള്ള കിങ്ഡംസിൽ എല്ലാം വന്നിരിക്കുന്ന ജീവജാലങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് സെൽസ് ഉണ്ട്, സെൽ ഓർഗനൽസ് ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്. അപ്പൊ ഇങ്ങനെ പല പ്രത്യേകതകളുണ്ട്. പക്ഷെ വൈറസുകൾ എന്ന് പറയുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് സെൽസോ സെൽ ഓർഗനൽസോ ഒന്നുമില്ല. പകരം എന്ത് മാത്രമേ ഉള്ളൂ, ഒരു പ്രോട്ടീൻ ലെയർ ഉണ്ട് അല്ലെ, പ്രോട്ടീൻ കൊണ്ടുള്ള ഒരു ബാഹ്യ ആവരണം, അതിനെ വിളിക്കുന്ന പേര് ക്യാപ്സിഡ്. ദെൻ അതിനുള്ളിൽ ഒന്നുകിൽ DNA അല്ലെങ്കിൽ RNA. ഇതാണ് ആരുടെ സ്ട്രക്ചർ, വൈറസ്. ഇനി അതുപോലെ തന്നെ ഈ വൈറസുകൾ എന്ന് പറയുന്നത് പതോജൻസ് ആണ് ഇല്ലേ. അതായത് ഇവര് പ്ലാന്റ്സിനെയോ ആനിമൽസിനെയോ ബാക്ടീരിയകളെയോ ഒക്കെ എന്ത് ചെയ്യുന്നു, ഇൻഫെക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ബാധിക്കുന്നവയാണ് ഏതെന്ന് പറയുന്നത് വൈറസുകൾ. ഇനി അതുപോലെ തന്നെ ഈ വൈറസുകൾ എന്ന് പറയുമ്പോൾ അവർക്ക് പുറമേ നിൽക്കുമ്പോൾ, അതായത് മറ്റൊരു ജീവിയുടെ ശരീരത്തിൽ കടക്കുമ്പോഴാണ് ഇവർ ആക്റ്റീവായിട്ട് മാറുന്നത്. ഇവര് മറ്റ് ജീവികളുടെ ശരീരത്തിന് പുറത്താകുമ്പോൾ ഇവരെങ്ങനെയായിരിക്കും, ഇനാക്റ്റീവ് അല്ലെങ്കിൽ നിർജീവമാണ്. അപ്പൊ ഈ പുറത്ത് നിൽക്കുന്ന ഈ സമയത്ത് ഇവർക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ വിഭജിക്കാനുള്ള ശേഷിയൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഈ മൾട്ടിപ്ലിക്കേഷനുള്ള ശേഷിയൊന്നും ഇല്ലാത്തതുകൊണ്ട്, വിഭജന ശേഷിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവരെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കിങ്ഡത്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അല്ലെ. അപ്പൊ ഈ വൈറസുകൾ എന്ന് പറയുന്നത് പുറത്ത് നിൽക്കുമ്പോൾ, അതായത് ഒരു ഹോസ്റ്റിന്റെ ആതിഥേയ ജീവിയുടെ ശരീരത്തിൽ അല്ലാതെ നിൽക്കുമ്പോൾ ഇവരെങ്ങനെയാണ്, നിർജീവമാണ്. ഏതെങ്കിലും ഒരു ഹോസ്റ്റിന്റെ ശരീരത്തിൽ കടന്നുകൂടുമ്പോഴാണ് അവർ എന്തായിട്ട് മാറുന്നത്, ആക്റ്റീവായിട്ട് മാറുന്നത് അല്ലെ. അപ്പോഴാണ് അവർക്ക് ജീവനുണ്ട് അല്ലെങ്കിൽ അവർ ലിവിങ് ആണെന്ന് പറയുന്നത്.
അപ്പൊ ഈ റീസൺസ് ഒക്കെ കൊണ്ട് തന്നെ വൈറസുകളെ എന്ത് ചെയ്തിട്ടില്ല, ഒരു കിങ്ഡത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ഇവർക്ക് സ്വന്തമായിട്ട് സെൽ ഓർഗനൈസോ ഒന്നുമില്ല. ദെൻ ഹോസ്റ്റിന്റെ ബോഡിക്ക് ഔട്ട്സൈഡ് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആതിഥേയ ജീവിയുടെ ശരീരത്തിന് പുറത്ത് നിൽക്കുമ്പോൾ ഇവര് നോൺ ലിവിങ് ആണ്. ഏതെങ്കിലും ജീവിയുടെ ശരീരത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോഴാണ് ഇവര് ലിവിങ് ആയിട്ട് മാറുന്നത്. അപ്പോഴേ ഉള്ളൂ ഇവർക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ വിഭജിക്കാനുള്ള ശേഷിയുള്ളത്, ഇല്ലേ? ഇനി അതുപോലെ തന്നെ ഇവരുടെ ബോഡിയെ കവർ ചെയ്തുകൊണ്ട് ഒരു പ്രോട്ടീൻ ലെയർ, ഒരു ബാഹ്യ ആവരണം ഉണ്ടല്ലേ, പ്രോട്ടീൻ കൊണ്ടുള്ള ഒരു ബാഹ്യ ആവരണം, അതിനെ വിളിക്കുന്ന പേര് ക്യാപ്സിഡ് എന്ന് വിളിക്കും. ദെൻ അതിനുള്ളിൽ എന്ത് കാണുന്നു, ഒന്നുകിൽ DNA കാണും അല്ലെങ്കിൽ RNA. ഇതാണ് ആരുടെ സ്ട്രക്ചർ, വൈറസ്. അപ്പൊ ഈ വൈറസുകളുടെ ഘടന ഇങ്ങനെ ആയതുകൊണ്ട് വൈറസുകളെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കിങ്ഡത്തിലും ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. ദെൻ അടുത്തതെന്ന് പറയുന്നത് എവല്യൂഷണറി ട്രീ അല്ലെങ്കിൽ പരിണാമ വൃക്ഷം. പല കാര്യങ്ങളും നമ്മൾ പഠിച്ചു വന്നപ്പോൾ എവല്യൂഷന്റെ കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ ജീവജാലങ്ങൾ എങ്ങനെ ഉണ്ടായി, ഇന്ന് കാണുന്ന ജീവജാലങ്ങൾ എല്ലാം എങ്ങനെയാണ് ഈ ഭൂമിയിലേക്ക് എത്തിയത് എന്നതിനെ കുറിച്ചൊക്കെ ഉള്ള പഠനമാണ് ഏതെന്ന് പറയുന്നത് എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമം, അല്ലെ? അപ്പൊ ഈ എവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ട്രീയിലേക്കാണ്, അതായത് ഒരു വൃക്ഷം പോലെയാണ്. അതായത് ഇപ്പൊ നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് നട്ടലില്ലാത്ത ജീവികൾ, ഇല്ലേ? നോൺ കോർഡേറ്റ്സ് ഒക്കെ ആദ്യം വരുന്നവരാണ്, നട്ടലുള്ള ജീവികളാണ് പിന്നീട് എത്തിയത് കോർഡേറ്റ്സ് ഒക്കെ, ഇല്ലേ? അപ്പൊ ഇങ്ങനെ പരിണാമപരമായിട്ടുള്ള ബന്ധം നോക്കിയിട്ടും ജീവികളെ എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ പരിണാമപരമായിട്ടുള്ള അല്ലെങ്കിൽ എവല്യൂഷണറി റിലേഷൻഷിപ്പ് നോക്കിയിട്ട് നമ്മൾ ജീവികളെ ക്ലാസിഫൈ ചെയ്യുന്നത് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിരിക്കും, എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കൃത്യതയുള്ള ഒരു വർഗീകരണമായിരിക്കും. എന്തടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത്, എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമപരമായിട്ടുള്ള ബന്ധം നോക്കിയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഇപ്പൊ ജീവികളെ തന്നെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ആദ്യം ജീവികളെ എല്ലാം കിങ്ഡംസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അപ്പൊ അതിനകത്തിൽ വന്നവരെല്ലാം എന്ന് പറയുന്നത് ഒന്നുകിൽ ആദ്യം വന്നവര് യൂണിസെല്ലാർ പ്രൊക്കാരിയോട്സ് ആയിരുന്നു, പിന്നീട് യൂക്കാരിയോട്സ് വന്നു, പിന്നീടാണ് മൾട്ടി സെല്ലാർ ഓർഗാനിസംസ് അല്ലെങ്കിൽ ബഹുകോശ ജീവികൾ വന്നത്, അല്ലെ? ദെൻ അതുപോലെ തന്നെ കിങ്ഡം അനിമേലിയ എടുത്തപ്പോഴത്തേക്ക് അതിനകത്തില് ആദ്യം വന്നത് നോൺ കോർഡേറ്റ്സ് ആണ്. ഫൈലത്തിൽ വന്നത് ആരാണ്, നോൺ കോർഡേറ്റ്സ്, നട്ടിൽ ഇല്ലാത്ത ജീവികളാണ്, അല്ലെ? അല്ലെങ്കിൽ നോട്ടോകോഡ് ആബ്സെന്റ് ആയിട്ടുള്ള ജീവികളാണ്. ദെൻ അതിനുശേഷമാണ് ആര് വന്നത്, കോർഡേറ്റ്സ് അല്ലെങ്കിൽ നട്ടലുള്ള ജീവികൾ വന്നത്, അല്ലെ? അപ്പൊ ഇങ്ങനെ ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പരിണാമപരമായിട്ടുള്ള ബന്ധം നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജീവികളെ ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ ഈ പരിണാമം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ട്രീ ലൈക്ക്, അതായത് ഒരു മരം പോലെയാണ്. അതായത് ഒരു മരത്തിന്റെ ശാഖകൾ എങ്ങനെ നിൽക്കുന്നോ അതുപോലെയാണ് പരിണാമം ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ആ ശാഖകൾ അല്ലെങ്കിൽ ബ്രാഞ്ചസ് ഒറിജിൻ ചെയ്ത സ്ഥലത്താണ് നമ്മുടെ ആൻസെസ്റ്റേഴ്സ് അല്ലെങ്കിൽ പൂർവിക ജീവി ഇരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഒരു കോമൺ ആൻസെസ്റ്റർ, പൊതുവായിട്ടുള്ള ഒരു പൂർവികനിൽ നിന്നുമാണ് ഇന്ന് കാണപ്പെടുന്ന ജീവജാലങ്ങളെല്ലാം ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു. അപ്പൊ ഒരു മരം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മരം സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ, ഒരു മരത്തിന്റെ ഒരു സ്റ്റെം, ഒരു കാണ്ഡം, ആ കാണ്ഡത്തിൽ ഇരിക്കുന്ന ആരാണെന്ന് പറയാം, നമ്മളുടെ ആൻസെസ്റ്റർ അല്ലെങ്കിൽ പൂർവിക ജീവിയാണെന്ന് പറയാം. ഇനി അതുപോലെ തന്നെ ആ ഒരു സ്റ്റെമ്മിൽ നിന്നും പിന്നീട് എന്ത് വന്നു, ഡിഫറെന്റ് ബ്രാഞ്ചസ്, അല്ലെ? അതിൽ നിന്നും പലതരത്തിലുള്ള ജീവികൾ ഉണ്ടായി. ഇനി ഈ ജീവികളെല്ലാം തമ്മിൽ എന്തോ ഉണ്ട്, കുറേയധികം സാമ്യതകളുണ്ട്. ഇനി അതുകൂടാതെ തന്നെ ഇവര് തമ്മിൽ എന്തോ ഉണ്ട്, ഡിഫറൻസസ്, വ്യത്യാസങ്ങളും ഉണ്ട്. അപ്പൊ ഇങ്ങനെ എവല്യൂഷണറി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പരിണാമപരമായിട്ടുള്ള ബന്ധം നോക്കിയിട്ട് നമുക്ക് എന്ത് നടത്താം, ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ വർഗീകരണം നടത്താം. അപ്പൊ അതിനകത്തിൽ നോക്കുന്ന ജീവികളുടെ സവിശേഷതകളൊക്കെയാണ്. ഒരേ സവിശേഷതകളുള്ള ജീവികളെ എല്ലാം എന്ത് ചെയ്യും, ഒരേ സ്പീഷീസ് ആയിട്ട് കണക്കാക്കാം. ഇനി ഡിഫറെന്റ് ഫീച്ചേഴ്സ്, വ്യത്യസ്ത സ്വഭാവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, വ്യത്യസ്ത സ്പീഷീസ് ആയിട്ട് കണക്കാക്കുന്നു. ജീവികളുടെ DNA കുറിച്ചൊക്കെ കൂടുതൽ പഠനം നടത്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവയെ തരംതിരിക്കാൻ പറ്റും, അല്ലെ? അപ്പൊ ഇങ്ങനെ ജീവികളുടെ DNAയിലുള്ള മോളിക്കുലാർ സീക്വൻസസ് അല്ലെങ്കിൽ തന്മാത്രാ ശ്രേണികളെ കുറിച്ചൊക്കെ കൂടുതൽ പഠനം നടത്തിയിട്ട് അവരെ ക്ലാസിഫൈ ചെയ്യുക, ജീവികളെ തരംതിരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് DNA ബാർകോഡിംഗ്. അപ്പൊ DNA ബാർകോഡിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജീവികളെ തരംതിരിക്കാൻ പറ്റും. എങ്ങനെയാണ് DNA ബാർകോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, DNAയിലുള്ള ഒരു ജീവിയുടെ DNA എടുക്കുക, അതിന്റെ മോളിക്കുലാർ സീക്വൻസസ് അല്ലെങ്കിൽ അതിനകത്തില് കോഡുകളുണ്ട്, കോഡുകൾ മനസ്സിലാക്കിയിട്ട് ജീവികളെ എന്ത് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക. അപ്പൊ ഇങ്ങനെ പലതരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജീവികളെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെ? അതായത് ഓരോ ജീവികളെയും അവയുടെ സവിശേഷതകളൊക്കെ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അവരെ എന്ത് ചെയ്യുന്നു, നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു അല്ലെങ്കിൽ വർഗീകരിക്കുന്നു. അപ്പൊ ഇങ്ങനെ വർഗീകരണം നടത്തുമ്പോൾ അത് കൂടുതൽ ആഴത്തിലേക്ക് ചെന്നിട്ട്, അതായത് നമ്മളുടെ മോളിക്കുലാർ ലെവലിലേക്ക് ചെന്നിട്ടാണെങ്കിൽ അല്ലെങ്കിൽ തന്മാത്രാ ലെവലിലേക്ക് ചെന്നിട്ടാണെങ്കിൽ ആ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി കൃത്യമായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിയെ തരംതിരിക്കുമ്പോൾ അതിന്റെ പുറമേയുള്ള സ്വഭാവം മാത്രം നോക്കി തരംതിരിച്ചു കഴിഞ്ഞാൽ അതിന് ഒട്ടും കൃത്യത ഉണ്ടാവില്ല.
പകരം എന്ത് ചെയ്യണം, നമ്മൾ ഉള്ളറകളിലേക്ക് ചെന്നിട്ടില്ലേ, അതായത് DNA ലെവലിലൊക്കെ ചെന്നിട്ട് അതിന്റെ ആ DNA പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ വർഗീകരണം എന്ന് പറയുന്നത് കുറച്ചുകൂടി കൃത്യമായിരിക്കും. അപ്പൊ ഇവിടെ നിന്ന് പറയുന്നത് ഈ ക്ലാസിഫിക്കേഷൻ നടത്തുന്നതുകൊണ്ട് നമുക്ക് എന്താണ് ഗുണം? ഈ ജീവികളുടെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ വർഗീകരണം നടത്തുന്നതുകൊണ്ട് അവരുടെ ഫീച്ചേഴ്സ്, സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ജീവികൾ തമ്മിലുള്ള റിലേഷൻ, ബന്ധം മനസ്സിലാക്കാൻ സാധിക്കും. അവയുടെ എവല്യൂഷൻ, അവരുടെ പരിണാമം മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ജൈവ വൈവിധ്യത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ബയോടെക്നോളജി, ജൈവ സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിലേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ അറിവുകൾ വ്യാപിപ്പിക്കാൻ പറ്റും. അപ്പൊ ഈ DNA ലെവലിലുള്ള അറിവുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പഠനം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതിയ പുതിയ മേഖലകളിലേക്ക് ഈ അറിവുകളെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? വ്യാപിപ്പിക്കാനായിട്ട് പറ്റും. അത് നമ്മളെ വളരെയധികം സഹായിക്കുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ ജീവികളെ നമ്മൾ എന്ത് ചെയ്യുന്നു? പല കാര്യങ്ങൾ നോക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഈ ക്ലാസിഫിക്കേഷൻ കൊണ്ട് നമുക്ക് ജീവികളുടെ സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കാനും അവയുടെ ബന്ധം, അതായത് പരസ്പരമുള്ള ജീവികളുടെ ബന്ധം മനസ്സിലാക്കാനും അതുപോലെ തന്നെ അവരുടെ പരിണാമത്തെ കുറിച്ച് മനസ്സിലാക്കാനും എല്ലാം നമുക്ക് സാധിക്കുന്നുണ്ട്. അതായത് ഈ ഭൂമിയിലുള്ള ബയോഡൈവേഴ്സിറ്റിക്ക് കാരണം എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ പല ജീവികൾ പല സമയത്തായിട്ട് ഭൂമിയിൽ ഒറിജിൻ ചെയ്തതാണ് അല്ലെങ്കിൽ ഉത്ഭവിച്ചതാണ്. അതായത് ഒരുപാട് ജീവജാലങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മളുടെ ബയോഡൈവേഴ്സിറ്റി ഇത്രത്തോളം സമ്പുഷ്ടമായിരിക്കുന്നത്. ഇത്രയധികം ജീവികൾ ഭൂമിയിലേക്ക് എത്തിയത് കൊണ്ടാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ജീവജാലങ്ങളെ കണ്ടെത്തി അവയെല്ലാം സ്വഭാവ സവിശേഷതകൾ അനുസരിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരുപാട് ജീവികളെ നമുക്ക് കണ്ടെത്താനിരിക്കുന്നു. ഈ കണ്ടെത്തുന്ന ജീവികൾക്ക് എന്ത് ചെയ്യണം? സയന്റിഫിക് നെയിംസ്, ഇതുപോലെ ശാസ്ത്രനാമങ്ങളൊക്കെ കൊടുക്കണം. അതുപോലെ തന്നെ അവരെ എന്ത് ചെയ്യണം? സവിശേഷതകളൊക്കെ മനസ്സിലാക്കിയിട്ട് തരംതിരിക്കുകയും ചെയ്യണം, ഇല്ലേ? ഇനി അതുപോലെ തന്നെ ഈ ഭൂമിയിൽ പണ്ടുണ്ടായിരുന്ന പല ജീവികളും ഇന്ന് ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായിട്ടുണ്ട്. അപ്പൊ ഈ ഭൂമിയിലുള്ള ജീവികളെ എല്ലാം സംരക്ഷിക്കേണ്ട കടമ ആർക്കാണ്? നമുക്കാണ്, ഇല്ലേ? നമ്മൾ മനുഷ്യരാണ് എന്ത് ചെയ്യേണ്ടുന്നത്? ഈ ഭൂമിയിലുള്ള മറ്റ് ജീവജാലങ്ങളെ എല്ലാം സംരക്ഷിക്കേണ്ടത്. എന്നാൽ മാത്രമേ നമ്മളുടെ ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ജൈവ വൈവിധ്യം നല്ല രീതിയിൽ നിലനിൽക്കുകയുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി എന്ത് ചെയ്യും? നശിച്ചു പോകും. അത് എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനെ സാരമായിട്ട് ബാധിക്കുകയും ചെയ്യും. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ സിക്സ്ത് ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? ക്ലാസിഫിക്കേഷൻ എന്നായിരുന്നു. അപ്പൊ നമ്മുടെ ബയോളജിയുടെ 6 ചാപ്റ്റേഴ്സും കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ക്ലാസ്സുകളും കാണുക. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്